കാസർഗോഡ് ജില്ലയിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു. തദ്ദേശഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകൾ യോഗത്തിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. നിർമ്മാണത്തിനായി അടച്ചിട്ടിരിക്കുന്ന ചെറുക്കള ബേവിഞ്ച ദേശീയപാത 66 തിങ്കളാഴ്ച തുറക്കുമെന്ന് ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു. ദേശീയപാത നിർമ്മാണത്തിൽ കഴിഞ്ഞ കാലവർഷത്തിൽ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടുമുണ്ടായ പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. മുൻവർഷങ്ങളിൽ കാലവർഷത്തിൽ അപകടമുണ്ടായ മേഖലകളിൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട് RDOമാർ പരിശോധന നടത്തി നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശവും കലക്ടർ മുന്നോട്ട് വച്ചു. സ്കൂളുകളുടെ ഫിറ്റ്നസ് നൽകുന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ജില്ലാതല യോഗം ചേരും. മുൻവർഷങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളുണ്ടായ മേഖലകളിൽ ജാഗ്രത പാലിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനും നടപടി സ്വീകരിക്കും. എല്ലാ തദ്ദേശ സേവന സ്ഥാപനങ്ങളിലും സന്നദ്ധ സേനാംഗങ്ങളുടെ സംഘം രൂപീകരിക്കും. ഇവർക്ക് പരിശീലനവും നൽകും. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളും പരസ്യ ബോർഡുകളും നീക്കം ചെയ്യും. റോഡുകളും തോടുകളും ശുചീകരിക്കുന്നതിനും നടപടി സ്വീകരിക്കും. കഴിഞ്ഞ കാലവർഷത്തിൽ മണ്ണിടിച്ചിലുണ്ടായ വീരമലക്കുന്നിൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവ് ഉടനിറങ്ങുമെന്നും അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ 32 ദുരന്ത നിവാരണ പദ്ധതികൾക്കായി 41,60,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണെന്നും LSGD ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സ്കൂളുകളുടെ കെട്ടിട ഫിറ്റ്നസ് പരിശോധിക്കാനായി PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. KSEB, മോട്ടോർ വാഹന വകുപ്പ്, ഫയർ ആൻഡ് സേഫ്റ്റി തുടങ്ങിയ വകുപ്പുകളുടെ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കൂടി അനിവാര്യമാണ്. ജില്ലയിൽ തീരദേശത്തും മലയോരത്തും കാലവർഷത്തിലെ ദുരന്ത സാധ്യതകൾ പരിഗണിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. ദേശീയപാത നിർമ്മാണ മേഖലയിലും മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണം. തൃക്കണ്ണാട് ചെറുകിട ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ കടലേറ്റം തടയുന്നതിനുള്ള പ്രവൃത്തി ചൊവ്വാഴ്ച ആരംഭിക്കും. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളും പരിശോധിക്കും. ഫിഷറീസ് വകുപ്പിൽ കൂടുതൽ രക്ഷാപ്രവർത്തകരെ നിയോഗിക്കുന്നതിനായി കരാർ ക്ഷണിച്ചിട്ടുണ്ട്. ശുചീകരണത്തിനായി എല്ലാ ഓഫീസുകളിൽ നിന്നും വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശേഖരിക്കാൻ നിർദ്ദേശം നൽകിയതായും യോഗത്തിൽ അറിയിച്ചു. ഇത്തവണ മെയ് 23 കേരളത്തിൽ മൺസൂൺ എത്താൻ സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം, ADM KV ശ്രുതി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജേസൺ മാത്യു, DYSP സുനിൽകുമാർ, വിവിധ വകുപ്പ് മേധാവികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.